നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. നിയമം നടപ്പാക്കാൻ ചുമതലപ്പെട്ട പോലീസുകാർ നിയമം ലംഘിക്കുന്നത് പലപ്പോഴും അവകാശം പോലെയാണ്. നിസ്സാര കുറ്റങ്ങളുടെ പേരിൽ പോലും സാധാരണക്കാർക്ക് പീഡനം വിധിക്കുന്നവർ യാതൊരു ഉളുപ്പുമില്ലാതെ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നു. വേലി തന്നെ വിളവ് തിന്നുമ്പോൾ അധികാരമില്ലാത്തതിനാൽ കാഴ്ചക്കാർക്ക് നിസ്സഹായരായി നിൽക്കാനേ കഴിയുകയുള്ളൂ. അഴിമതിയും സ്വജനപക്ഷപാതവും ഗ്രസിച്ച കേരള പോലീസിന് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാകും. പക്ഷേ നിയമവ്യവസ്ഥയോട് തന്നെയുള്ള വെല്ലുവിളികളാണ് ഇത്തരം പ്രവണതകളെന്ന് പറയാതിരിക്കാനാവില്ല. ബൈക്ക് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. എന്നാൽ പോലീസിനാണെങ്കിൽ ഹെൽമറ്റ് ഇല്ലാതെയും ബൈക്ക് ഓടിക്കാം. വാഹന പരിശോധനയ്ക്ക് നിരവധി മാർഗനിർദ്ദേശങ്ങളുണ്ടെങ്കിലും പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. വളവുള്ള സ്ഥലങ്ങളിലും മറ്റും പരിശോധന നടത്തരുതെന്നാണ് നിർദ്ദേശമെങ്കിലും ആളെ കൊടുക്കാൻ എളുപ്പമായതിനാൽ തന്നെ ഇത്തരം സ്ഥലങ്ങളാണ് പോലീസ് തെരഞ്ഞെടുക്കാറുള്ളത്. എറണാകുളം നഗരമധ്യത്തിൽ നടന്ന ഒരു വാഹന പരിശോധന എങ്ങനെയാണെന്ന് നോക്കാം. സർക്കാരിന് ഗണ്യമായി വരുമാനമുണ്ടാക്കിക്കൊടുക്കുന്ന ഒരു മാർഗമായി വാഹന പരിശോധന മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമയമോ സ്ഥലകാലമോ ഒന്നും നോക്കാതെ വാഹന പരിശോധന നടത്തുകയാണ് പോലീസിന്റെ പ്രധാന പണി. വൈകിട്ട് 3 മണിയോടെയായിരുന്നു ഇവിടെ പരിശോധന. പരിശോധന പൊടിപൊടിക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിടിച്ചെടുത്ത ബൈക്കുകൾ സ്റ്റേഷനിലേക്ക് ഓടിച്ചുകൊണ്ടുപോകുന്ന പോലീസുകാർക്കും ഹെൽമറ്റ് ഇല്ല. എത്ര ദൂരം ഇങ്ങനെ പോകണമെന്നറിയണമല്ലോ. ഞങ്ങൾ ബൈക്കുകളെ പിന്തുടർന്നു. രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ച് ബൈക്കുകൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നതിന് ഞങ്ങൾ സാക്ഷികളായി. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ബൈക്ക് യാത്ര എന്നതിനാൽ ഓടിച്ച പോലീസുകാരെ മാത്രം കുറ്റം പറയാനാകില്ല. യാത്രികരുടെ സുരക്ഷയ്ക്കായാണ് ഹെൽമറ്റ് നിർബന്ധമാക്കിയതെന്നിരിക്കെ പോലീസുകാർക്ക് സുരക്ഷ വേണ്ടെന്നാണോ തലപ്പത്തുള്ളവരുടെ മനസ്സിലിരിപ്പ് എന്നേ ഇനി അറിയാനുള്ളൂ. ഒരു വീട്ടമ്മ വീട് കയറിയുള്ള ആക്രമണത്തിന് ഇരയായപ്പോൾ പോലീസ് എത്ര നിരുത്തരവാദപരമായാണ് പെരുമാറിയെന്നതിൻ്റെ തെളിവുകളാണ് ഇനി. ആലപ്പുഴ ജില്ലയിലെ നൂർനാട് പടനിലം സെൽവനിവാസിൽ രമാദേവി കഴിഞ്ഞ നവംബറിലാണ് മർദ്ദനത്തിനിരയായത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മൈക്രോ ഫിനാൻസ് വനിതാ സംഘത്തിന്റെ ഭാരവാഹികളിലൊരാളാണിവർ. പരസ്പര ജാമ്യത്തിലെടുക്കുന്ന വായ്പയുടെ തവണകൾ ഒരംഗം തുടർച്ചയായി മുടക്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അംഗങ്ങൾ രമാദേവിയുടെ വീട്ടിൽ യോഗം ചേരുന്നതിനിടെ പണം ആവശ്യപ്പെട്ട് കുടിശ്ശികക്കാരിയെ ഫോണിൽ വിളിച്ചു. ഇവരും ഭർത്താവും സ്ഥലത്തെത്തി വാക്കേറ്റമുണ്ടാവുകയും
തുടർന്ന് ഭർത്താവ് രമാദേവിയെ മർദ്ദിക്കുകയുമായിരുന്നു. ന്യായമായ രീതിയിൽ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട ഈ വിഷയത്തിൽ നൂർനാട് പോലീസ് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നോക്കാം. സംഭവം നടന്ന് 5-ാം ദിവസമാണ് ഞങ്ങൾ രമാദേവിയെ ആദ്യം കാണുന്നത്. അപ്പോഴവർ മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഞങ്ങൾ ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പം അവിടെ ഇരുന്ന ഒരു കൊച്ചു തന്നെ അതിൻ്റെ ഫോണിൽ നിന്ന് സ്റ്റേഷനിൽ വിളിച്ച് ഒരു വനിതാ കോൺസ്റ്റബിളാണ് ഫോൺ എടുത്തത്. അന്നേരം പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെച്ച് ഞങ്ങൾ 12 മണി വരെ അവിടെ ഉണ്ട്. അതിനുശേഷം കാറിൽ ഇവിടെ കൊണ്ടുവന്നു. അവിടുന്ന് ലാസ്റ്റ് ഞാൻ CA ഓഫീസിൽ വിളിച്ച് ആലപ്പുഴ പിന്നെ വനിതാ സെല്ലുണ്ടല്ലോ അവിടെ വിളിച്ച് ഇവിടെ എല്ലാം വിളിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞ് CA പറഞ്ഞു ഇന്ന് തന്നെ ആളിനെ വിടുമെന്ന്. ഇവിടെ ആരും വന്നില്ല. പിന്നെ വിളിച്ച് എന്തായാലും ഞായറാഴ്ച പുള്ളി ഇവിടെ വന്നു. അപ്പം ഞാൻ അതിന് മുമ്പ് വിളിച്ചപ്പോൾ എന്നോട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു പിന്നെ രമാദേവിയാണോ ആണ് ഇത് ഒത്തുതീർക്കാൻ വല്ല ഇതുകൊണ്ടോ ഒത്തുതീർപ്പിനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് ജ്യോതിയിൽ ഒത്തുതീർക്കാൻ ചോദിച്ചു. ഒരു സ്ത്രീയെ വീട്ടിൽ കയറി ഇനി ഒന്നുമില്ലെങ്കിലും ഇരുന്നോട്ടെ, അവരെ അടിച്ചത് ശരിയല്ലല്ലോ, അവന് ഞാനുമായിട്ട് ഒരു ഇതുമില്ല. ഒരു സാറ് പറയാം ഞാനവന് പറയാം അവൻ താമസിക്കുന്ന ലക്ഷം വീട് കോളനിയിലെ എനിക്ക് കുറേ പൈസയ്ക്ക് പലിശയ്ക്ക് തന്നിട്ടുണ്ട്, അതിനു വേണ്ടിയല്ലേ അടിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ പറയണ്ടല്ലോ, അതിൻ്റെ സമയമായിട്ട്. ഞാൻ പറഞ്ഞു കേസ് തന്നെ വേണം, എന്നെ അടിച്ചതാ. പരാതി നൽകി 2 ദിവസത്തിന് ശേഷം ഒരു പോലീസുകാരൻ ആശുപത്രിയിലെത്തി മൊഴിയെടുത്തു. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും പുള്ളി അതിനകത്തിൽ എഴുതിയിട്ടില്ല. ഒപ്പിട്ടുകൊണ്ട് പോയിട്ട് പറഞ്ഞു ഒപ്പിട്ടേ പറ്റത്തുള്ളൂ, ഞാനിവിടെ വന്നതിന് ഇനിയും മൊഴി എഴുതും, അന്നേരം ഇതൊക്കെ എഴുതി ചേർക്കാമെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത്. അതിനകത്ത് എനിക്ക് വിശ്വാസമില്ല. ചെവിയുടെ അവിടുത്തെ പരുക്ക്, ഈ നെറ്റിക്കുള്ള ഇത്രയിടം പുള്ളി വന്നപ്പോഴൊക്കെ കരുനീലിച്ച് കിടക്കുക. അപ്പോൾ ഇതൊന്നും പുള്ളി എഴുതത്തില്ല. നട്ടലിൻ്റെ പ്രശ്നം പുള്ളി ചോദിക്കുന്ന കമ്മൽ പോയത് എഴുതിയാൽ അവിടെ നിന്ന ആൾക്കാർക്ക് ആ കമ്മൽ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ത്? ഞാൻ പറഞ്ഞു സാറേ കമ്മൽ പോകണ്ട പോട്ടെ, പക്ഷേ ഈ മുറിവ് സാറിന് കാണാമല്ലോ. അപ്പോൾ എൻ്റെ ആണി കൊണ്ട് ഇറങ്ങിയിരുന്നത് വലിച്ചെടുത്തതാണ്. അതിനും പുള്ളി പറയുന്നത് അതൊക്കെ ഒരു അടി അടിച്ചാലും 9 അടി അടിച്ചാലും കേസ് ഒന്ന് തന്നെയുള്ളൂ, അതിന് പ്രത്യേകത കേസുകളൊന്നും ഇല്ലെന്ന്. തമിഴ്നാട് സ്വദേശിയായ ശെൽവനാണ് രമാദേവിയുടെ ഭർത്താവ്. മേശിരിപ്പണിക്കാരനായ ഇയാൾ വീട്ടിലില്ലാഞ്ഞപ്പോഴായിരുന്നു സംഭവം. നൂറിനാട്ട് പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. യാതൊരു ഇതുമില്ല. ഇത് കേരളത്തിൽ ഞാനൊരു തമിഴ്നാട്ടുകാരനാണ് കെട്ടിയത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പം എടുക്കാതിരിക്കുന്നത്. മൊഴിയെടുക്കാൻ എത്തുമ്പോൾ കക്ഷികൾ പണം കൊടുക്കണമെന്നത് പോലീസ് നാട്ടുനടപ്പാക്കി കഴിഞ്ഞു. 500 രൂപ തന്നോടും വാങ്ങിയതായി രമാദേവി പറയുന്നു. ഇവിടെ വന്നപ്പം പിന്നെ 500 രൂപ കൊടുത്തു മേടിച്ചുകൊണ്ടാണ് പോയത്. ഇവിടെ വരുന്നതിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. വേണം കൊടുത്തിട്ടുണ്ട്. 500 എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തത്. പ്രതിയുടെ അനുജൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായതിനാൽ പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അന്ന് രമാദേവി പറയുകയുണ്ടായി. ഇവന്മാരിന്നും അവനെ അറസ്റ്റ് ചെയ്യുകയായിട്ടൊന്നും ചേട്ടാ. നാളെ എൻ്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, ഇതുകൊണ്ട് വേറൊരുത്തൻ കയറി എൻ്റെ വീട്ടിൽ കയറി വേറെ വല്ലതും ചെയ്യത്തില്ലേ? അപ്പോൾ ഇവർ പറയുന്ന അവൻ്റെ അനിയനെ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ എന്തോ ഒരു ഇതിലുള്ള ആളാണ്, മണ്ഡലം കമ്മിറ്റിയുടെ എന്തോ ഒരിതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യാത്ത. അവൻ ഇവിടെ പണിക്ക് പോകുന്നുണ്ട്, അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ 4 വയസ്സുള്ള കുഞ്ഞ് സുഖമില്ലാതിരിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിന് അലർജിയുടെ അസുഖമായിട്ടിരിക്കും. അപ്പോൾ പുള്ളി തമിഴ്നാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാ ഇവന്മാർ ഇത്രയും നേരമായിട്ടും ചെയ്തിട്ടില്ല. വീട്ടിലെത്തിയ ശേഷം മഹസർ എഴുതാൻ എത്താമെന്നാണത്രേ പോലീസുകാരൻ പറഞ്ഞത്. പോലീസുകാരൻ പറയുന്നത് ഞാൻ വീട്ടിൽ ചെന്നാൽ മാത്രമേ മഹസർ എടുക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിൽ ആളുണ്ടല്ലോ, പോയി എടുത്തൂടെ? അതിനുവേണ്ടി ഇവിടുന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചോദിച്ചുകൊണ്ട് പോവുക. ഞാൻ ചെന്നാലേ പുള്ളി വന്ന് മഹസർ എഴുതത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ നിയമവശം എന്ന് പറയുന്നത് എനിക്ക് നിയമമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമല്ലോ. ഇപ്പം ഞാനിവിടെ ഇനിയിപ്പോൾ 20 ദിവസം കിടന്നാലും ഈ 20 ദിവസം അതിനൊരു നടപടി എടുക്കത്തില്ല. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടിയെന്നാണല്ലോ പോലീസ് ഭാഷ്യം. ഈ കേസിൽ
പോലീസിന്റെ ഇടപെടൽ എങ്ങനെയെന്നറിയാൻ ഞങ്ങൾ ശ്രമം നടത്തി. രമാദേവി വീട്ടിലെത്തിയ വിവരം പോലീസിനെ അറിയിച്ചപ്പോൾ 1.5 മണിക്കൂറിനകം എത്താമെന്നായിരുന്നു മറുപടി. എനിക്ക് 4 മണിക്കൊരു സ്കാൻ ചെയ്യാൻ പോകണം, അപ്പം അതിന് മുമ്പെന്ന് പറഞ്ഞേ. ആ, 1.5 മണിക്കൂർ വഴി പോകും. അയ്യോ, ശരി, 1.5 മണിക്കൂർ കഴിഞ്ഞ് സാറ് വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേസ് ഒത്തുതീർപ്പാക്കാനായിരുന്നു തുടക്കം മുതൽ പോലീസിന് താൽപര്യം. സംഭവ ദിവസം രമാദേവി എഴുതി നൽകിയ പരാതി സ്റ്റേഷനിലെത്തിച്ചത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു SI ഇല്ല, SI വരട്ടെ, എന്തോ ഒത്തുതീർപ്പാക്കണം. അന്നേരം ഞാൻ പറഞ്ഞു അല്ല കേസ് എടുക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു എന്തുവായിരുന്നു പ്രശ്നമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ അടിച്ചൊക്കെ ചെയ്ത്. അങ്ങനെ പറഞ്ഞു 2-3 ദിവസം കഴിയട്ടെ, SI വന്നിട്ട് എന്നിട്ട് തീരുമാനിക്കാമല്ലോ. അല്ല, ശിവരാമനുണ്ടായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ മൊഴിയെടുക്കാൻ 2 പോലീസുകാരെത്തി. ഇവിടെയും പോലീസിന് ഹെൽമറ്റ് വേണ്ട. ശെൽവന്റെ സുഹൃത്തെന്ന വ്യാജേന ഞങ്ങളിലൊരാളും മഹസരെടുത്ത് കാണാൻ കൂടി. എല്ലാറ്റിനും പോലീസിന് അവരുടേതായ ന്യായങ്ങളുണ്ട്. സാക്ഷികളെയും കൂട്ടി സ്റ്റേഷനിലെത്താൻ നിർദ്ദേശിച്ച് പോലീസുകാർ മടങ്ങി. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ സ്റ്റേഷന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്നും ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും രമാദേവി നിലപാടെടുത്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. സമ്മർദ്ദമേറിയതോടെ പ്രതിയെ രഹസ്യമായി സ്റ്റേഷനിൽ വിളിപ്പിച്ച് ജാമ്യം നൽകി വിടുകയാണ് പോലീസ് ചെയ്തത്. അങ്ങനെയാണ് നടപടിക്രമമെങ്കിൽ അതിന് ഇത്രയധികം താമസിച്ചതെന്താവും? അതിന് ഉത്തരം കിട്ടിയത് 4-5 മാസങ്ങൾക്ക് ശേഷം രമാദേവിയെ കണ്ട് കേസ് എന്തായെന്ന് അന്വേഷിച്ചപ്പോഴാണ്. CA ആ കേസ് പിന്നെ രണ്ടാമത് എൻ്റെ മൊഴി എടുത്തുകൊണ്ട് കേസെടുക്കാൻ കൊടുത്ത് എൻ്റെ മൊഴി എടുത്ത് എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ആ ഫയൽ തിരിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ CAയുടെ അടുത്ത് ചെന്ന് അപ്പോൾ ആ ഫയൽ എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഒപ്പിട്ട പേപ്പറില്ല. തിരിച്ച് രണ്ടാമത് പിന്നെ CA ഇവിടെ വിട്ട് പിന്നെ രാജീവ് എന്ന് പറഞ്ഞ സാറിനെ, പുള്ളി ഒന്നും ചെയ്തതല്ല, വേറെ ആരോ മാറ്റിയതാണ്. ആ സാറിനെ കൊണ്ട് പിന്നെ എൻ്റെ മൊഴി എഴുതിച്ചു. ആ മൊഴി പിന്നെ അവിടെ ചെന്നപ്പോൾ അതേപോലെ തന്നെ ഞാൻ കൊടുത്ത മൊഴിയല്ല എഴുതിയേക്കുന്നത്. പിന്നീട് പോയപ്പോൾ മൊഴി എഴുതിയെടുത്ത് ആ മൊഴിയുടെ പകർപ്പ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രേഖപ്പെടുത്തിയ മൊഴി 2 തവണ കാണാതെ പോയെങ്കിൽ അതേറെ ഗൗരവമായ കാര്യമാണ്. കേസ് സംബന്ധിച്ച് പോലീസ് പല വിചിത്രമായ ന്യായങ്ങളും പറഞ്ഞതായി രമാദേവി ആരോപിക്കുന്നു. പ്രതി ഇവിടെ ഉണ്ട്, ഇതുവഴി എപ്പോഴും പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ ശിവരാത്രിക്ക് എന്നെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ കേസ് കൊടുത്തിട്ട് എന്തോ എടുത്ത് എന്നെ എന്തോ ചെയ്യാൻ പറ്റിയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളും ചെയ്യുന്നത്. അവർ പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും സ്ത്രീകൾ കണ്ട് ആണുങ്ങൾ മൊഴി കൊടുത്താലേ സാക്ഷിയായാലേ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണുങ്ങൾ ആ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഇല്ല, പിന്നെ ഇവിടെ ആണുങ്ങളെ കൊടുക്കാൻ. കേസ് ഇപ്പോൾ കോടതിയിലാണ്.
കോടതിയിൽ നിന്നെങ്കിലും നീതി ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പോലീസിനെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു കേസായിട്ടുകൂടി നിയമപരമായ നടപടി സ്വീകരിക്കാതെ വാദിയെ ഒത്തുതീർപ്പിന് പ്രേരിപ്പിച്ചത് എന്തിനാണ്? അതോ ഇങ്ങനെയാണോ നൂർനാട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന എല്ലാ കേസുകളുടെയും അവസ്ഥ? എസ്കോർട്ട് സർവീസ് എന്ന ഓമനപ്പേരുള്ള മാംസവ്യാപാരം കൊച്ചിയിൽ വ്യാപകമായി കഴിഞ്ഞു. പോലീസിന് അതൊന്നും അന്വേഷിക്കാൻ താല്പര്യമില്ലെന്ന് മാത്രം. മാംസവ്യാപാരത്തിനായി ഇന്റർനെറ്റിൽ നൂറുകണക്കിന് പരസ്യങ്ങളാണുള്ളത്. വിരൽത്തുമ്പിന്റെ ഒരു ചലനം മതി ആവശ്യമനുസരിച്ച് പെൺകുട്ടികൾ മുന്നിലെത്താൻ. എസ്കോർട്ട് കൊച്ചി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തതോടെ നിരവധി ഫോൺ നമ്പറുകൾ ലഭിച്ചു. ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ അറിയാം എത്രമാത്രം ശക്തമാണ് കൊച്ചിയിലെ ഹൈടെക് പെൺവാണിഭമെന്ന്. ഹലോ അരുണാണോ എസ്കോർട്ട് സർവീസിന്റെ? അതെ എങ്ങനെയാണോ സർവീസിന്റെ റിക്വയർമെന്റ് എങ്ങനെയാണ്? അവർലി ആണോ, നൈറ്റ് ആണോ, ഡേ ആണോ, എങ്ങനെയാണ് ആവശ്യം? എങ്ങനെ നമുക്കിത് നിങ്ങൾ സ്പേസ് ഉണ്ടോ അതോ? ഇല്ല സാർ, നമ്മൾ ഔട്ട്ഡോർ സർവീസ് മാത്രമല്ല, നമുക്ക് പട്ടിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ അറേഞ്ച് ചെയ്യും. അത് നമുക്ക് എങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്? എത്ര വയസ്സൊക്കെ ഉള്ള കിട്ടും? ഏജ് 20 മുകളിലോട്ട്. സാറിന് എങ്ങനെയാ ആവശ്യം? എങ്ങനെയാണ് ആവശ്യം? എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഞങ്ങൾക്കൊരു ഫുൾ നൈറ്റ് ഫുൾ നൈറ്റ് നമുക്ക് 15 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്. 15 ഉണ്ട്, 25 ഉണ്ട്. സെലക്ട് ചെയ്യാൻ പറ്റില്ലേ? നമ്മളത് കാണിച്ചു തരാൻ. കണ്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഫിക്സ് ചെയ്യാവുന്നതാണ്. ഒരു രാത്രിക്ക് 15,000 മുതലാണ് ഇടനിലക്കാർ ചോദിക്കുന്നത്. ഹലോ വിജയ് എന്നുള്ള നമ്പറാണോ? അതെ. ഞാനേ നെറ്റിൽ കണ്ടിട്ട് വിളിക്കുകയാണേ. നല്ല പ്രൊഫൈൽസൊക്കെ ഉണ്ടോ? എങ്ങനെയാ എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഒരു ഏജ് ഉള്ളു? ഒരു ഫുൾ നൈറ്റ് എങ്ങനെയാവും? എത്ര രൂപയായിരിക്കും? ഫുൾ നൈറ്റ് നമുക്ക് ഒരാൾക്ക് 15 രൂപ സ്റ്റാർട്ടിങ് എമൗണ്ട് വരും. കാണണമെങ്കിൽ 4 മണി കഴിയും. 4 മണി കഴിഞ്ഞിട്ട്? അതെ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പിള്ളേരല്ല. വിളിച്ചാലുടൻ വാട്സാപ്പ് വഴി ഫോട്ടോകൾ ഫോണിലെത്തും. മോഡലുകളെയും മറ്റുമാണ് വേണ്ടതെങ്കിൽ നെറ്റിൽ ഫോട്ടോ കാണാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. നല്ലൊരു മോഡൽ കുട്ടിയുണ്ട്. ഞാൻ പേര് പറയാം. നെറ്റിൽ അതിന്റെ ഫോട്ടോസ് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തിരിച്ചോളി. സ്ത്രീകളും ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുണ്ട്. 20-21 വയസ്സ് വരും. നല്ല സ്ലിമാണ്. പിന്നെ ഒരാൾക്കാണെങ്കിൽ 20, 2 പേർക്കാണ് 30. വൈകുന്നേരങ്ങളിലാണ് കൂടുതലായും പെൺകുട്ടികളെ കൊണ്ടുവരിക. വൈറ്റിലയിലെ ഒരു മാളിന്റെ പരിസരത്ത് ഏജന്റിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എത്തിയെങ്കിലും സംശയം തോന്നിയതിനാൽ അയാൾ പിന്മാറി. വാഴക്കാലായിലെത്താനായിരുന്നു മറ്റൊരു ഇടനിലക്കാരൻ പറഞ്ഞിരുന്നത്. ലക്ഷണങ്ങളെല്ലാം ഫോണിൽ ചോദിച്ചു മനസ്സിലാക്കി അല്പസമയത്തിനകം ഒരു ഇൻഡിക്ക കാർ അടുത്തു വന്നു നിന്നു. പെട്ടെന്നു തന്നെ കാറിനകത്ത് കയറാൻ നിർദ്ദേശം.
രണ്ടുപേരും. പാർട്ടിയല്ലോ. ഇത് ഈ റേറ്റല്ലേ പറഞ്ഞേ? ആ 2 പേരില്ലേ? ആളെന്താ നോക്കിട്ടില്ല റേറ്റ് എന്താ പറഞ്ഞു. നമ്മളിത് ആദ്യമായിട്ട് കാണുന്നില്ല. അതിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഞാൻ ഒന്ന് പുള്ളിയൊന്ന് വിളിക്കട്ടെ. സാർ എന്തായാലും കാറിലൊന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. നോക്കാം. പെൺകുട്ടിയെ കണ്ട ശേഷം വിലപേശി ഒഴിവാകാൻ ശ്രമിച്ചപ്പോൾ ഉടൻ അറിയിക്കാം എന്ന് പറഞ്ഞ് ഏജന്റ് സ്ഥലം കാലിയാക്കി. വൻ മാഫിയകൾ തന്നെ പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് കോടികളുടെ കച്ചവടമാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഉദ്യോഗസ്ഥകൾ പോലും സംഘത്തിലുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി യുവാക്കളെ നൽകുന്ന മെയിൽ എസ്കോർട്ടും കൊച്ചിയിൽ വ്യാപകമായിട്ടുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത. ഫോൺ നമ്പർ പിന്തുടർന്ന് പ്രതികളെ പിടിക്കുന്ന കാലമാണെങ്കിലും ഇന്റർനെറ്റിലെ പരസ്യങ്ങളിലൊന്നും പോലീസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എസ്കോർട്ട് സർവീസുകാർക്ക് വളക്കൂറുള്ള സ്ഥലമായി കൊച്ചി മാറുകയാണ്. യാദർച്ഛികമായി പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരുന്ന രമാദേവിയെ പോലുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നതിലും നിയമങ്ങൾ പരസ്യമായി ലംഘിച്ച് മാതൃക കാണിക്കുന്നതിലുമൊക്കെയാണ് പോലീസിന് താല്പര്യം. കാക്കിയുടെ മഹത്വം മനസ്സിലാക്കിയ ചിലരെങ്കിലും പോലീസിലുണ്ടെങ്കിലും ഒഴുക്കിനെതിരെ നീന്തി നിൽക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു. എന്നാകും ഈ ദുസ്ഥിതി അവസാനിക്കുക? മറ്റൊരു വിഷയവുമായി കാണാത്ത കേരളം വീണ്ടും അടുത്ത ആഴ്ച.